നിങ്ങളുടെ ലൈംഗിക അവയവങ്ങൾക്ക് മിതിയായ വലിപ്പവും നിറവും ലുക്കും ഒന്നുമില്ല എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? മനുഷ്യന്റെ മുഖം മാത്രമല്ല, ലൈംഗിക അവയവങ്ങളും ഫോട്ടോജനിക് ആക്കി മാറ്റണം എന്ന് കരുതുന്ന ഒരു വലിയ വിഭാഗം ആളുകൾ ജീവിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. നമസ്കാരം, എൻ്റെ പേര് സംഗീത് സെബാസ്റ്റ്യൻ. ഞാനൊരു സെക്ഷുവാലിറ്റി റൈറ്ററും സെക്സ് എഡ്യൂക്കേറ്ററുമാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് എന്തുകൊണ്ടാണ് നൂറുകണക്കിന് സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ അവരുടെ സ്വകാര്യ ഭാഗത്തിൻ്റെ നിറവും സൗന്ദര്യവും ഒക്കെ വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഡോക്ടർമാരുടെ അടുക്കെ പോകുന്നത് എന്നതിനെ പറ്റിയാണ്. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ഒന്ന് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ആ ബെൽ നോട്ടിഫിക്കേഷനും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോസിനെ പറ്റിയുള്ള അറിയിപ്പ് നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. ഈ ലൈംഗിക പ്രശ്നങ്ങളെന്ന് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ബഹുഭൂരിഭാഗം പ്രശ്നങ്ങളും, അതായത് ഏകദേശം 80 മുതൽ 90% വരെയുള്ള പ്രശ്നങ്ങളും ഒരു ഡോക്ടറിൻ്റെ അടുക്ക പോയി മരുന്ന് കഴിച്ച് ചികിത്സിച്ച് ഭേദമാക്കേണ്ട രോഗമൊന്നുമല്ല. അതുണ്ടാകുന്ന പ്രധാനമായിട്ട് നമുക്ക് സെക്സിലുള്ള അറിവില്ലായ്മയും അജ്ഞതയും നമ്മളുടെ കൾച്ചറും മതവിശ്വാസങ്ങളും ഒക്കെ സെക്സിനെ പറ്റിയും ജെൻഡറിനെ പറ്റിയും ഒക്കെ ഉണ്ടാക്കിയ യാതൊരു അടിസ്ഥാനവുമില്ലാത്ത കഥകളുടെ സ്വാധീനത്തിൽ നിന്നുമാണ്. നിങ്ങളുടെ ലൈംഗികതയ്ക്ക് എങ്ങനെ നിങ്ങളുടെ വ്യക്തിത്വത്തെയും ആത്മവിശ്വാസത്തെയും ഒക്കെ മാറ്റിമറിക്കാനുള്ള ഒരു ശക്തിയുണ്ട് എന്നതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് തമിഴ്നാട് സർക്കാർ അവിടുത്തെ സ്ത്രീകളുടെ മാറിടത്തിന്റെ വലിപ്പം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഒരു സൗജന്യ മാറിട വലിപ്പ പദ്ധതി വരെ നടപ്പിലാക്കുകയുണ്ടായി. തമിഴ്നാട്ടിലെ പാവപ്പെട്ട സ്ത്രീകൾക്കും സുന്ദരിയാകാനുള്ള ഒരു അവകാശമുണ്ട് എന്ന് പറഞ്ഞായിരുന്നു അന്നത്തെ തമിഴ്നാട്ടിലെ ആരോഗ്യമന്ത്രിയായ സി വിജയഭാസ്കർ ഇങ്ങനെ ഒരു പദ്ധതിയെ ന്യായീകരിച്ചത്. തീർച്ചയായിട്ടും സോഷ്യലിസം ആളുകളുടെ സ്വകാര്യ ഭാഗങ്ങളുടെ സൗന്ദര്യത്തിലും വേണമെന്ന് പറയുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ഇവിടുത്തെ ചോദ്യം അതല്ല. എന്തുകൊണ്ടാണ് നൂറുകണക്കിന് സ്ത്രീകളും പുരുഷന്മാരും എന്ന് ഒക്കെ അവരുടെ സ്വകാര്യ ഭാഗങ്ങൾക്ക് നിറവും ലുക്കും സൗന്ദര്യവും ഒന്നുമില്ല എന്ന് പറഞ്ഞ് ഡോക്ടർമാരുടെ ഒക്കെ പോകുന്നത് എന്നുള്ളതാണ്. നിങ്ങളുടെ ലിംഗത്തിനും മാറിടത്തിനും യോനിയുടെ മടക്കുകൾക്കും ഒന്നും തന്നെ യാതൊരു പ്രശ്നമോ കുഴപ്പമോ ഒന്നുമില്ല. അത് വ്യത്യസ്തമായ സൈസിലും നിറത്തിലും ഷേപ്പിലും ഒക്കെയാണ് പ്രകൃതി ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. നിങ്ങളുടെ ലൈംഗിക അവയവങ്ങളുടെ ലുക്കും അതിന് പ്രവർത്തിക്കാനുള്ള ഒരു കഴിവും അല്ലെങ്കിൽ ആ ഒരു ലൈംഗിക സംതൃപ്തിയിൽ എത്താനുള്ള ഒരു കഴിവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഈ നിറവും വലിപ്പവും ഒക്കെ വർദ്ധിപ്പിക്കുവാൻ വേണ്ടി പരസ്യങ്ങളിൽ കാണിക്കുന്ന പല മാർഗങ്ങളും ഫലപ്രദമാകത്തില്ല എന്ന് മാത്രമല്ല, അത് പലപ്പോഴും ആ സ്വകാര്യ ഭാഗങ്ങളുടെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രവർത്തനത്തെ ബാധിക്കാനും സാധ്യതയുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് ആളുകൾ ഇത് ചെയ്യുന്നത്? ഇവിടെ പോണോഗ്രഫി തുടങ്ങിയുള്ള മാധ്യമങ്ങളുടെ ഒരു സ്വാധീനം തന്നെയാണ് ഒരു പ്രധാന കാരണം. നമ്മുടെ സ്കൂളിലും കോളേജിലും ഒന്നും ഇന്നും ലൈംഗിക വിദ്യാഭ്യാസം ശരിയായ രീതിയിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ പോണോഗ്രഫി കാണുന്നതിലൂടെ വളരെ ഒരു വലിയ വിഭാഗം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ അവരുടെ ശരീരത്തെ പറ്റി വളരെയധികം അപകർഷതാബോധം ഉണ്ടാകാറുണ്ട്. സ്വന്തം പാർട്ട്നേഴ്സിൻ്റെയും ഭർത്താക്കന്മാരുടെയും ഒക്കെ നിർബന്ധത്തിന് വഴങ്ങി ആ ബന്ധം നിലനിർത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ഇത് ചെയ്യുന്ന സ്ത്രീകളും ഇക്കൂട്ടത്തിലുണ്ട്. ഈ സ്വകാര്യ ഭാഗങ്ങളുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്ന സർജറിയുടെ പേരാണ് കോസ്മെറ്റിക് ഗൈനക്കോളജി. എല്ലാ സർജറികളും പോലെ തന്നെ ഇതും ഒരു റിസ്ക് ഉള്ള ഒരു സർജറി തന്നെയാണ്. പക്ഷേ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന വ്യത്യാസം, ഇത് നമ്മളുടെ ശരീരത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് നടത്തുന്ന ഒരു സർജറിയോ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ആ ലൈംഗിക താല്പര്യം വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടോ നടത്തുന്ന ഒരു സർജറിയൊന്നുമല്ല. ഇത് ഇന്ന് നമ്മളുടെ സമൂഹത്തിൽ വളരെ വ്യാപകമായിട്ട് വ്യാപിച്ച ഒരു വാണിജ്യവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായ ശരീരത്തിൻ്റെ സൗന്ദര്യത്തെ പറ്റിയുള്ള കാഴ്ചപ്പാടിൽ വന്ന മാറ്റത്തിൽ നിന്നുമുണ്ടായ ഒരു ട്രെൻഡാണ്. ഇനി ഈ സർജറിക്ക് പോയാൽ തന്നെ ഈ പോൺ സിനിമയിലും മറ്റും കാണുന്ന പോലെ ഒരു വ്യത്യാസം ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ സർജറിക്ക് പോവുകയാണെങ്കിൽ തന്നെ ഒരു യാഥാർത്ഥ്യ ബോധം ഉണ്ടാവേണ്ടത് വളരെ ആവശ്യമാണ്. ഇതേ പ്രശ്നം പുരുഷന്മാരിലുമുണ്ട്. ഒട്ടുമിക്ക പുരുഷന്മാരുടെയും ഒരു പ്രധാന പരാതി അവരുടെ ലിംഗത്തിന് മതിയായ നീളവും വലിപ്പവും ഒന്നുമില്ല എന്നുള്ളതാണ്. ഇവിടെയും പ്രധാന പ്രതി പോണോഗ്രഫി തന്നെയാണ്. സ്ത്രീകളുടെ മാറിടത്തിന്റെ വലിപ്പം വർദ്ധിപ്പിക്കുക എന്ന് പറയുന്നതിനെക്കാട്ടിലും അപകടം പിടിച്ച ഒരു പ്രൊസീജിയറാണ് പുരുഷന്റെ ലിംഗത്തിന്റെ നീളവും വലിപ്പവും വർദ്ധിപ്പിക്കുക എന്ന് പറയുന്നത്. നമുക്ക് ഇന്ന് ചൊവ്വയിലും ചന്ദ്രനിലും ഒക്കെ പോകാനുള്ള ഒരു ടെക്നോളജിയുണ്ട്. എന്നാൽ സുരക്ഷിതമായിട്ട് മനുഷ്യന്റെ ലിംഗം വർദ്ധിപ്പിക്കുവാനുള്ള ലിംഗത്തിന്റെ വലിപ്പം വർദ്ധിപ്പിക്കുവാനുള്ള ഒരു ടെക്നോളജി ഇന്നേ വരെ വൈദ്യശാസ്ത്രം കണ്ടുപിടിച്ചിട്ടില്ല. അപ്പം ഈ ഒരു തിരിച്ചറിവും നിങ്ങൾക്ക് വേണം പോണോഗ്രഫി പോലെയുള്ള മാധ്യമങ്ങൾ കാണുമ്പോൾ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം, ഈ സ്വകാര്യ ഭാഗങ്ങളുടെ നിറവും വലിപ്പും ലുക്കും ഒക്കെ വർദ്ധിപ്പിക്കുന്നത് കൊണ്ട് മാത്രം നിങ്ങൾക്ക് നിങ്ങളുടെ ദാമ്പത്യ ബന്ധത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റുകയില്ല. അത് നേരെയാക്കണമെന്നുണ്ടെങ്കിൽ ആ ദമ്പതികൾ തമ്മിൽ അവരുടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുടെ ഉറവിടം എവിടെയാണ് എന്ന് കണ്ടുപിടിക്കുക തന്നെ വേണം. എങ്കിൽ മാത്രമേ ഒരു തുറന്ന സംഭാഷണം സാധ്യമാവുകയുള്ളൂ.